നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ ഫിനാൻസ് ഭരണപ്രതിപക്ഷങ്ങളെ ഇപ്പോൾ വിറളി പിടിപ്പിക്കുകയാണ് ഈ കേന്ദ്രം. കോൺഗ്രസിന് തലപിളരുന്ന ഒരു അടി കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ ED റെയ്ഡ് നടത്തിയിരുന്നു. ആ റെയ്ഡ് നടത്തിയതിനു ശേഷം വെടിപൊട്ടുന്ന പോലെ ചില വിവരങ്ങൾ പുറത്തേക്ക് വന്നു. ആന്റോ ആന്റണി MP ഇവിടെ ഈ ഫിനാൻസിൽ 2.5 കോടി നിക്ഷേപിച്ചു എന്നുള്ളതായിരുന്നു വിവരം. എന്നാൽ പെട്ടെന്ന് തന്നെ അദ്ദേഹം അവിടെ നിന്ന് ഈ തുക പിൻവലിച്ചു എന്നുള്ള വിവരവും പുറത്തു വന്നു. ഇതേ നെടുമ്പറമ്പിൽ ഫിനാൻസിലാണ് തന്ത്രി കണ്ഠരര് രാജീവര് 2.5 കോടി നിക്ഷേപിച്ചത്. പക്ഷേ ബാങ്ക് പൊട്ടിപ്പൊളിഞ്ഞപ്പോൾ ഈ 2.5 കോടി നഷ്ടപ്പെട്ടു. പക്ഷേ ഇത്ര വലിയ തുക നഷ്ടപ്പെട്ടിട്ടും തന്ത്രി രാജീവര് പോലീസിൽ പരാതി കൊടുത്തില്ല. എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല? അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠരര് രാജീവരുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ അന്വേഷണം നെടുമ്പറമ്പിലേക്ക് നീണ്ടപ്പോഴാണ് ആന്റോ ആന്റണി MP പെട്ടെന്ന് അവിടെ നിന്ന് തുക പിൻവലിച്ചത് എന്നുള്ള വലിയ ഒരു ആരോപണമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ആന്റോ ആന്റണി MPക്ക് ഈ 2.5 കോടി എവിടെ നിന്ന്, അതിൻ്റെ സോഴ്സ് എന്താണ്, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ അന്വേഷണം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇവിടെ SIT ചില വിവരങ്ങൾ മുക്കിയോ എന്നുള്ളതാണ് ചോദ്യം. അതായത് തന്ത്രി കണ്ഠരര് രാജീവരുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകളൊക്കെ SIT അന്വേഷിച്ചിരുന്നു. ഈ നെടുമ്പറമ്പിലേക്ക് SIT പോകുകയും ചെയ്തിരുന്നു. എന്നാൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും അന്ന് പുറത്തു വിട്ടിരുന്നില്ല. പക്ഷേ അവിടെ അന്ന് SIT അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ അവിടെ ബാങ്ക് ഇടപാടുകൾ, അതായത് ഈ ബാങ്ക് ഒരു സംശയ നിഴലിൽ എത്തിയിരുന്നുവെങ്കിൽ ഉറപ്പായും SITക്ക് ആന്റോ ആന്റണി MP അവിടെ പണം നിക്ഷേപിച്ചതിനെ കുറിച്ചൊക്കെ അറിയാമായിരിക്കുമല്ലോ എന്നുള്ളൊരു ചോദ്യമാണ്. എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ SIT പുറത്തേക്ക് വിട്ടില്ല? ഈ തന്ത്രി കണ്ഠരര് രാജീവർക്ക് എവിടെ നിന്ന് ഇത്ര വലിയ തുക കിട്ടി, അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ SIT പുറത്തേക്ക് വിട്ടിരുന്നില്ല. എന്നാൽ ED ഈ കേന്ദ്രം തൂക്കിയതോടുകൂടി പല കേന്ദ്രങ്ങൾക്കും തീ പിടിച്ചിരിക്കുകയാണ്. ആ തീ പിടിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ആന്റോ ആന്റണി MP പെട്ടെന്ന് രംഗത്തേക്ക് വന്ന് ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട്. നെടുമ്പറമ്പിൽ ഫിനാൻസുമായി നടത്തിയ സാമ്പത്തിക ഇടപാടിൽ വിശദീകരണം നൽകിയിരിക്കുകയാണ് ആന്റോ ആന്റണി. തെരഞ്ഞെടുപ്പ് സമയത്ത് സഹായം എന്ന നിലയിൽ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിന്ന് പണം സ്വീകരിച്ചിരുന്നുവെന്നും 2 മാസത്തിന് ശേഷം പണം തിരികെ ആവശ്യപ്പെട്ടത് പ്രകാരം തിരികെ നൽകിയെന്നുമാണ് ആന്റോ ആന്റണി പ്രതികരിച്ചിരിക്കുന്നത്. എത്ര പണമാണ് സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിയതെന്നോ തിരികെ കൊടുത്തത് എത്രയാണെന്നോ ഒന്നും തന്നെ ആന്റോ ആന്റണി പ്രതികരിച്ചിട്ടില്ല. ഇത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് നെടുമ്പറമ്പിൽ ഫിനാൻസ് സഹായിച്ചിരുന്നു. കോൺഗ്രസിന് പണമില്ലാത്തതിനാൽ പലരും സഹായിക്കാറുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 മാസത്തിന് ശേഷം പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ തിരികെ കൊടുത്തു എന്നാണ് ആന്റോ ആന്റണി പറയുന്നത്. നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജു 2019 കോൺഗ്രസിനൊപ്പമായിരുന്നു. തന്നെ മാത്രമല്ല CPMനെയും കേരള കോൺഗ്രസിനെയും അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ ആരോപണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിയമപരമായി പോകട്ടെ, താൻ അവയെ നേരിടുമെന്നും ആന്റോ ആന്റണി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സമയത്തെ സഹായം എന്ന നിലയിലാണ് അന്ന് പണം വാങ്ങിയത്. 2019 കോൺഗ്രസ് നേതാവായിരുന്നു രാജു. ഇപ്പോൾ കൊത്തി ഇളക്കിക്കൊണ്ടുവന്ന് ആരോപണം ഉന്നയിപ്പിക്കുന്നതിന് പിന്നിൽ എന്താണെന്ന് അന്വേഷിച്ചാൽ മതിയെന്നും ആന്റോ ആന്റണി കൂട്ടിച്ചേർത്തു. 2 മാസത്തിനകം തിരികെ നൽകാമെന്ന ഉറപ്പിൽ ആന്റോ ആന്റണി തന്റെ പക്കൽ നിന്നും 2 കോടി രൂപ വാങ്ങിയെന്നും എന്നാൽ 7 വർഷം കഴിഞ്ഞിട്ടും 20 ലക്ഷം രൂപ മാത്രമാണ് തിരികെ നൽകിയത് എന്നായിരുന്നു രാജുവിന്റെ ആരോപണം. 10 ലക്ഷം രൂപ വീതം 2 തവണകളായാണ് ഈ തുക ലഭിച്ചത്. തന്റെ സ്ഥാപനം വലിയ പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിൽ മകൾ ഉൾപ്പെടെ ആന്റോ ആന്റണിയുടെ വീട്ടിൽ ചെന്ന് പണം ആവശ്യപ്പെട്ടുവെങ്കിലും അദ്ദേഹം നൽകാൻ തയ്യാറായില്ലെന്നും 1000 തവണയെങ്കിലും പണത്തിനായി അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ടെന്നും രാജു ആരോപണം ശക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 2 പേരും ഈ വിഷയത്തിൽ 2 പ്രതികരണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. സത്യം എന്താണ് എന്നുള്ള കാര്യം ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ആന്റോ ആന്റണി പണം സ്വീകരിച്ചു, തിരികെ കൊടുത്തു എന്നുണ്ടെങ്കിൽ അതിന്റെ രേഖകൾ അദ്ദേഹത്തിന്റെ പക്കൽ ഉണ്ടാകുമല്ലോ, അത് അദ്ദേഹം പുറത്തുവിടാൻ തയ്യാറാകണം. ഇനിയിപ്പോൾ രാജു പറയുന്നതാണ് സത്യമെങ്കിൽ കിട്ടിയ തുകയുടെ കണക്കുകൾ അദ്ദേഹവും പുറത്തുവിടാൻ തയ്യാറാകണം. എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ വലിയൊരു പ്രതിക്കൂട്ടിലേക്ക് ആന്റോ ആന്റണി MP എത്തിയിരിക്കുകയാണ്. മറ്റൊരു വിഷയം പോറ്റിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ കാര്യത്തിലൊക്കെ തന്ത്രി കണ്ഠരര് രാജീവർ കൂടുതൽ കുടുങ്ങുകയാണ്. തന്ത്രി കണ്ഠരര് രാജീവർക്ക് എവിടെ നിന്നാണ് 2.5 കോടി രൂപ? ശബരിമലയിൽ നിന്ന് ഉണ്ടാക്കിയതാണെങ്കിൽ അതിൻ്റെ സോഴ്സ് ഉൾപ്പെടെ പുറത്തേക്ക് വിടേണ്ടതും അദ്ദേഹത്തിൻ്റെ ഭാഗം വ്യക്തമാക്കേണ്ടതും രാജീവരുടെ ഉത്തരവാദിത്തമാണ്. ഒന്നോർത്ത് നോക്കണം, ശബരിമലയെ കോടാനുകോടികൾ കൊള്ളയടിച്ചു കൊണ്ടുപോകുകയാണ് എല്ലാവരും കൂടി ചെയ്യുന്നത്. അക്കൂട്ടത്തിൽ ഈ തന്ത്രിക്കും കൃത്യമായ പങ്കുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ 2.5 കോടി നഷ്ടപ്പെട്ടിട്ടും എന്തുകൊണ്ട് തന്ത്രി കണ്ഠരര് രാജീവർ പോലീസിൽ പരാതി കൊടുത്തില്ല? അപ്പോൾ പരാതിപ്പെടാൻ കഴിയാത്ത ഒരു തുകയാണ് അതെന്നുള്ളത് വ്യക്തമാകുകയാണല്ലോ.
ഇത് മാത്രമല്ല, തന്ത്രിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ഈ നെടുമ്പറമ്പിൽ ഫിനാൻസുമായിട്ട് ED ചോദിച്ചപ്പോൾ പോലും കൃത്യമായ മറുപടി പറയാതെ ഉഴപ്പൻ മട്ടിലായിരുന്നു മറുപടി. നിക്ഷേപിച്ചിരിക്കാം, ഇല്ലായിരിക്കാം എന്നാണ് പറഞ്ഞത്. അന്നത്തെ രേഖകളൊക്കെ പരിശോധിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കണം, 2.5 കോടിയൊക്കെ കൊണ്ട് നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊണ്ട് നിക്ഷേപിച്ച ആളെയും അതുപോലെ തന്നെ അതിൻ്റെ രേഖകളുമൊക്കെ ഉറപ്പായും അവരുടെ പക്കൽ ഉണ്ടായിരിക്കും. ഓർത്ത് വെക്കുക തന്നെ ചെയ്യും, പ്രത്യേകിച്ച് പോറ്റി രാജീവനെ പോലെ ഒരാളാകുമ്പോൾ. എന്നിട്ടും EDയോട് മുട്ടാപ്പോക്ക് ന്യായമാണ് പറഞ്ഞിരിക്കുന്നത്. ആ മുട്ടാപ്പോക്ക് ന്യായം കൃത്യമായി ബോധ്യപ്പെട്ടതുകൊണ്ട് കൂടുതൽ വരേണ്ടി വരും എന്ന് തന്നെ പറഞ്ഞിട്ടാണ് ED സംഘം അവിടെ നിന്ന് പോയത്. അതായത് വരും ദിവസങ്ങളിൽ അവിടെ കൂടുതൽ അന്വേഷണം ശക്തമാകും എന്നുള്ളത് വ്യക്തമാകുകയാണ്. ഈ പറയുന്ന നെടുമ്പറമ്പിൽ ഫിനാൻസിന്റെ ഉടമ രാജു ആളത്ര വെടിപ്പൊന്നുമല്ല. അതായത് ഇതിനു മുൻപ് 100 കോടി തട്ടിപ്പിൽ പെട്ട ആളാണ്. ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് ഒരു തട്ടിപ്പ് ബാങ്ക് തന്നെയാണ് ഇത്. അങ്ങനെ ആയിരിക്കാം തന്ത്രിയുടെ പണവും പോയിരിക്കുന്നത്. അതായത് കണക്കിൽപ്പെടാത്ത തുകയായതുകൊണ്ട് രാജു ഒന്ന് കുടഞ്ഞു കാണും. അതുകൊണ്ട് പണം അവിടെ ഇട്ടിട്ട് തന്ത്രി ഓടിയതായിരിക്കാം എന്നാണ് വിവരങ്ങൾ. ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ കുരുപൊട്ടിയ ചില ആൾക്കാരുണ്ടായിരുന്നല്ലോ. തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് രാഷ്ട്രീയ ഇടപെടലാണ്, കേസ് അട്ടിമറിക്കാനാണ് എന്നൊക്കെ. ആ പറയുന്ന തന്ത്രിയുടെ തനിക്കൊണമാണ് ഇപ്പോൾ കേരളം കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്നത്. വലിയ തട്ടിപ്പ് അവിടെ തന്ത്രിയുടെ മേൽനോട്ടത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാകുകയാണ്. എന്തായാലും ഇപ്പോൾ നെടുമ്പറമ്പിൽ ഫിനാൻസ് ആണ് വലിയൊരു ചർച്ചകളിലേക്ക് എത്തിയിരിക്കുന്നത്. ED ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ ശക്തമാക്കുമ്പോൾ SIT എന്തുകൊണ്ട് നെടുമ്പറമ്പിൽ ഫിനാൻസിൽ അധികം കയറി കളിച്ചില്ല എന്നുള്ളതും ഒരു ചോദ്യമാണ്. അത് വല്ല രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടാണോ എന്നുള്ളതും ഒരു ചോദ്യമായി നിൽക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കോടതിയും ഈ ചോദ്യം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. SITക്ക് ഉത്തരം മുട്ടും അങ്ങനെയാണെങ്കിൽ. തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഓഫീസിലും സ്ഥാപന ഉടമ NM രാജുവിന്റെ വീട്ടിലുമായിരുന്നു ED സംഘം പരിശോധന നടത്തിയത്. അതേസമയം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട റെയ്ഡ് അല്ല, സാമ്പത്തിക ക്രമക്കേടാണ് പരിശോധിക്കുന്നത് എന്നായിരുന്നു ED വൃത്തങ്ങൾ നൽകുന്ന വിവരം. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന ED സംഘമല്ല ഈ പറയുന്ന നെടുമ്പറമ്പിൽ ഫിനാൻസിൽ പോയത്. EDയുടെ മറ്റൊരു വിഭാഗമാണ്. ഈ വിഭാഗമാണ് ഇവിടെ വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ള വിവരം ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന ED സംഘത്തെ വിവരം അറിയിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ED സംഘം ഇവിടെ അതിശക്തമായ റെയ്ഡുകളും പരിശോധനകളുമായിട്ട് മുൻപോട്ട് പോകും. പല സാമ്പത്തിക ക്രമക്കേടുകളും പുറത്തുവരും എന്നുള്ളത് വ്യക്തമാകുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.